പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണിത്. അതിൽ സെറ്റിംഗ്സ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾ നിങ്ങളുടെ ഫോണിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഏത് സെറ്റിംഗ്സ് കണ്ടുപിടിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ നമ്മൾ ഈ സെർച്ച് ബാറിൽ അതിൻ്റെ ആദ്യത്തെ ഒരക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരം എഴുതുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആക്സസബിലിറ്റി എന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പോൾ തന്നെ നമുക്കിവിടെ ആ സെറ്റിംഗ്സ് ഇതുപോലെ താഴെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് സെറ്റിംഗ്സ് എവിടെയാണെന്നുള്ളത് നോക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഈ സെർച്ച് ബാർ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് OnePlusന്റെ ഫോണാണിത്. ഇതിൽ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് അത് കിടക്കുന്നത്. ഇതാ നമുക്ക് അതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് കാര്യം ഇത് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോണിൽ ഉപകാരമായിട്ടുള്ള പല പല കാര്യങ്ങളും നമുക്കിതിൽ ചെയ്തു വയ്ക്കാവുന്നതാണ്. പല പല വീഡിയോയും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം നമുക്കിവിടെ ആക്സസബിലിറ്റി മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഷോർട്ട് കട്ട് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക, അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നേരെ മെനു ബാറിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബബിൾസ് കാണാൻ സാധിക്കും. ഇത് എവിടെ വേണോ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ബബിൾസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്ന് അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ പവർ ബട്ടൺ, ആക്സസബിലിറ്റി സെറ്റിംഗ്സ്, അതുപോലെ വോളിയം ഡൗൺ, വോളിയം അപ്പ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്, സെറ്റിംഗ്സ്, ബ്രൈറ്റ്നെസ്, ലോക്ക് സ്ക്രീന്, നോട്ടിഫിക്കേഷൻ, സ്ക്രീൻഷോട്ട് എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വളരെയേറെ ഉപകാരമാണ് കേട്ടോ. കാര്യം നമ്മൾ പവർ ബട്ടണിലും വോളിയം ബട്ടണിലും ഒക്കെ പ്രസ് ചെയ്താണ് നമ്മൾ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കാറുള്ളത്. അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ പിന്നെ വോളിയം ബട്ടണൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്, പവർ ബട്ടണൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, സ്ക്രീൻഷോട്ട് റെഡി. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ സെറ്റിംഗ്സിൽ പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെനു ബാറിലൊന്നും പോവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാണ്ട് ക്വിക്ക് സെറ്റിംഗ്സ് പെട്ടെന്ന് സെറ്റിംഗ്സിലേക്ക് ഇതുപോലെ പോകാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എല്ലാത്തിനുമുള്ള ഒരു വളരെ നല്ല ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അത് പോയിട്ട് ഇത് നമുക്ക് വേണ്ട, ഇത് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരെ ഇതുപോലെ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ആക്സസബിലിറ്റി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കുക. ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നേരെ ഗുഡ് ബൈ. MK ചോയ്സ്.